ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചില യാഥാർത്ഥ്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് ഈ കാര്യങ്ങൾ എത്താൻ വേണ്ടിയിട്ട്, കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്താൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. അതായത് നമ്മുടെ സംസ്ഥാനത്ത് 89 ലക്ഷത്തോളം റേഷൻ കാർഡുകളുണ്ട്. അതിൽ ഭൂരിഭാഗവും നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകളാണ്. അതിൽ നീല റേഷൻ കാർഡ് നോൺ പ്രയോറിറ്റി സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട കാർഡുകളാണ്. അതിൽ ഒരു വ്യക്തിക്ക് 2 കിലോ അരി 4 രൂപ നിരക്കിലും ലഭ്യതയ്ക്കനുസരിച്ച് 1 മുതൽ 3 വരെ ആട്ടയും ലഭിക്കും. ഒരു ചെറിയ ആശ്വാസം ഉള്ളത് തന്നെയാണ്. മറ്റൊന്ന് വെള്ള റേഷൻ കാർഡാണ്. അവർക്ക് പ്രത്യക്ഷത്തിൽ ഒന്നും ലഭിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. ലഭ്യതയ്ക്കനുസരിച്ച്, ലഭ്യതയുണ്ടെങ്കിൽ മാത്രം 1 മുതൽ 3 വരെ ആട്ട ലഭിക്കും. അതുപോലെ തന്നെ ലഭ്യതയ്ക്കനുസരിച്ച് 1 മുതൽ 4 കിലോ വരെ അരി ലഭിക്കും. അത് ലഭ്യത ഇല്ലെങ്കിൽ അത് കിലോ കുറയാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ 2 മാസങ്ങളിലായിട്ട് 2 കിലോ 3 കിലോ ഇങ്ങനെയൊക്കെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ വിഭാഗം ആളുകൾക്ക് ഇപ്പോൾ മണ്ണെണ്ണ ലഭിക്കുന്നില്ല. പിന്നെ ആകെ ലഭിക്കുന്നത് ഏതാനും മാസങ്ങളായി സംസ്ഥാന സർക്കാർ നൽകുന്ന ഭക്ഷ്യക്കിറ്റാണ്. അത് തന്നെ വേണ്ട സമയത്ത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളതും. അതായത് നമ്മുടെ സംസ്ഥാനത്ത് തുല്യമായി ഒരേ രീതിയിൽ നൽകുന്ന എല്ലാ റേഷൻ കാർഡുകാർക്കും നൽകുന്ന ഒരു സാധനമാണ് ഒരു ഭക്ഷ്യക്കിറ്റ് എന്ന് പറയുന്നത്. അത് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ആ സമയത്ത്, അതായത് അത് ലഭിക്കേണ്ട സമയത്ത് ഒരിക്കലും ലഭിക്കുന്നില്ല. എല്ലാം ഒരു മാസം വൈകിട്ടാണ് വരുന്നത് എങ്കിൽ പോലും നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് വളരെ വൈകിട്ടാണ് ഈ സാധനങ്ങൾ ലഭിക്കുന്നത്. ഈ ഒരു 300 രൂപയുടെ കിറ്റ് ലഭിക്കുന്നതിന് മുമ്പ് ഒരുപാട് തവണ റേഷൻ കടയിൽ പോയി വരികയോ റേഷൻ കടയിൽ വിളിച്ച് അന്വേഷിക്കുകയോ വേണം. ഇങ്ങനെ റേഷൻ കടയിൽ വിളിച്ച് അന്വേഷിക്കുമ്പോൾ ചില റേഷൻ കടക്കാർ അത് മാന്യമായി അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പറയും, അല്ലെങ്കിൽ ചില ആളുകൾ ചൂടാകും. ഇതൊന്നും വെറുതെ ഊഹാപോഹങ്ങൾ പറയുന്നതല്ല. നമ്മൾ റേഷൻ സംബന്ധമായിട്ടുള്ള ഭക്ഷ്യക്കിറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ അതിനടിയിൽ വരുന്ന കമൻറ്റുകളിൽ ചില ആളുകൾ പങ്കുവെച്ച് അവരുടെ അവസ്ഥയാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 4 മാസങ്ങളിൽ BPL റേഷൻ കാർഡുള്ള ആളുകൾക്ക് ആണ് ഈ ഒരു കിറ്റ് ആദ്യം വിതരണം ചെയ്തത്. അത് സ്വാഭാവികമായിട്ടും പാവപ്പെട്ട ആളുകളാണ് എന്നുള്ള നിലക്കാണ് അത് ആദ്യം വിതരണം ചെയ്യുന്നത്. യുക്തിപരമായിട്ട് അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് താനും. പക്ഷേ നിലവിൽ ഇത് പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ ഒരു കിറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾ ഉണ്ട്. ഇപ്പോഴും ക്രിസ്മസ് കിറ്റ് എന്ന് പറയുന്ന ഡിസംബർ മാസത്തെ ഭക്ഷ്യക്കിറ്റ് വെള്ള കാർഡുകാർക്ക് നീല കാർഡുകാർക്ക് ഒന്നും ലഭിച്ചിട്ടില്ല പല സ്ഥലങ്ങളിലും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള വിതരണം ഓരോ മാസവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വിതരണം ചെയ്യുന്നത് അനുയോജ്യമായിരിക്കും എന്നുള്ള ചില ആളുകളുടെ അഭിപ്രായം ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുകയാണ്. അതായത് മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ആദ്യം കൊടുക്കുക, പിന്നീട് നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് കൊടുക്കുക, പിന്നീട് പിങ്ക് മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് വിതരണം ചെയ്യുക. കാരണം പിങ്ക് മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഭക്ഷ്യക്കിറ്റിന് പുറമെ ഗോതമ്പ്, അരി, കടലപ്പയർ ഇവയൊക്കെ അല്ലാതെ തന്നെ ലഭിക്കുന്നുണ്ട്. മഞ്ഞ കാർഡുകാർക്ക് പഞ്ചസാരയും ലഭിക്കുന്നുണ്ട്. അപ്പം അവർക്ക് അത് എന്തായാലും ലഭിക്കും. അപ്പോൾ അവർക്ക് ഭക്ഷ്യക്കിറ്റ് കുറച്ച് വൈകിയാലും വലിയ കുഴപ്പം ഉണ്ടാവുകയില്ല. വെള്ള നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഓണക്കിറ്റ് ഓണം കഴിഞ്ഞതിന് ശേഷമാണ് കിട്ടിയത്. ഇപ്പോൾ ക്രിസ്മസ് കിറ്റും അവർക്ക് ക്രിസ്മസിൻ്റെ സമയത്ത് ലഭിച്ചില്ല എന്നുള്ളതാണ് സത്യം. 89 ലക്ഷം വരുന്ന റേഷൻ കാർഡുള്ള ആളുകളിൽ 25 ലക്ഷത്തോളം ആളുകളാണ് വെള്ള റേഷൻ കാർഡുള്ള ആളുകൾ. അതിൽ പകുതിയിലധികം വെള്ള റേഷൻ കാർഡിന് അർഹതപ്പെട്ടവരല്ല, പാവങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇനിയുള്ള വിതരണം ഈ രീതിയിലാണെങ്കിൽ വളരെയധികം ഉപകാരമായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ എളിയ അഭിപ്രായം. അത് നമ്മുടെ മാത്രം അഭിപ്രായമല്ല, പല ആളുകളും അഭിപ്രായപ്പെട്ടത് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെച്ചു എന്നുള്ളത് മാത്രം. യൂട്യൂബ് നമ്മളൊരു മാധ്യമമായതുകൊണ്ട് ഈ ഒരു അഭിപ്രായം പങ്കുവെച്ചു എന്നുള്ളത് മാത്രം. വലിയ കുഴപ്പമില്ലാത്ത അഭിപ്രായമാണ് എന്നുള്ളത് എനിക്കും കൂടി തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. കൂടുതൽ ആളുകളിലേക്ക്, അധികാരികളിലേക്ക് ഈ വീഡിയോ എത്താൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.
എങ്ങനെ വിതരണം ചെയ്യണമെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അത് മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.